സ്നേഹ പൊന്മരമല്ലേ, ശാന്തി സമാധാനം നിറയും മൊഴിത്തേൻ മധുരം പോൽ തന്നവരല്ലേ. സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ സ്നേഹ പൊന്മരമല്ലേ, ശാന്തി സമാധാനം നിറയും മൊഴിത്തേൻ മധുരം പോൽ തന്നവരല്ലേ. അത് പേടിച്ച് പാടിയിട്ടാണ്, കുറച്ചും കൂടെ ക്ലിയർ കുറവ്. മേലെ കൊടക്കാട് അറിയും മറബി കളരിക്കൽ പൊൻപോൽ വൈത്തേ, അവിടെ വരുന്നവർക്കൊക്കെയും താങ്ങും തണലായി തന്നവർ ഏറെ കരുത്തേ. സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ തിങ്കൾ അഹ്ലുബൈത്ത്, സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ സ്നേഹ പൊന്മരമല്ലേ, ശാന്തി സമാധാനം നിറയും മൊഴിതേൻ മധുരം. ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ കൊണ്ട് ഇത് യൂട്യൂബില് അപ്ലോഡ് ആവും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ലിങ്ക് അയച്ചു തരും. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പൊന്നു മോനിക്ക് അള്ളാഹു ആഫിയത്ത് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇൻഷാ അല്ലാഹ് എല്ലാവരും ലൈക്ക് അടിക്കണം, എല്ലാവരും ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാരും ലൈക്ക് അടിക്കണം, എല്ലാരും ലൈക്ക് അടിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാരും ഇൻഷാ അല്ലാഹ് ഒരിക്കലും തളരൂല, ഒരിക്കലും പിറകോട്ട് പോവില്ല കേട്ടാ. അപ്പൊ നമ്മളെ യൂട്യൂബ് ഇപ്പൊ ഈ ലിങ്ക് എല്ലാ ഗ്രൂപ്പിലും വരും, എല്ലാരും കേൾക്കണം ഇൻഷാ അല്ലാഹ് കേട്ടോ. അത് എന്റെ പേരുള്ളോണ്ടല്ല, അത് എഴുതിയ വരികള് കേട്ടോ. തങ്ങളിപ്പോ ഈ മജ്‌ലിസിന് പങ്കെടുക്കാൻ തുടങ്ങി എന്റെ കടങ്ങൾ തീരാൻ വഴി തെളിഞ്ഞു. മാഷാ അല്ലാഹ്. അപ്പൊ ഇത് തങ്ങളിപ്പാപ്പന്റെ പുകഴ്ത്തി പാടിനോണ്ടല്ലോ, അങ്ങനെ കുറെ പാട്ടുണ്ട്. അത് ഇതെന്തറിയോ, ഇത് ഓല് എഴുതിയ വരികള്. അല്ലാഹു റാഹത്തേണ്ട. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് അതിന്റെ ലിങ്ക് എല്ലാം ഇതിലിട്ട് തരും. അള്ളാഹു ബർക്കത്ത് കേട്ടിട്ടാ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വെൽക്കം. ഞാൻ അനീഫ കട്ടുപ്പാറ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഞാൻ ഇന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്റെ ലിങ്ക് പോയി കാണാം. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പുണ്യദീനിലെ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും, എന്തെല്ലാം കോമാളിത്തരങ്ങള് ഇതെല്ലാം ചെയ്ത് കണ്ടിട്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞാനൊരു വീഡിയോ ചെയ്ത് ചാനൽ തുടങ്ങി. ചിന്ത ഡ്യൂട്ടി ഫ്രീ എന്ന ഷോപ്പിന്റെ പേരിട്ടിട്ടുണ്ട്. നമ്മള് ഷോർട്ടാക്കി വീഡിയോ ദീർഘമല്ലാതെ പറയുകയാണെങ്കിൽ, നമ്മള് സയ്യിദന്മാര്, നമ്മൾ മാനിച്ചുകൊണ്ട് തങ്ങന്മാരെന്നും മലയാള പേരിൽ വിളിക്കുന്ന തങ്ങന്മാർ, തങ്ങന്മാര്, പുണ്യരായ റസൂലിന്റെ പേരക്കിടാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു പേരക്കിടാകുന്ന തങ്ങന്മാരെ നമുക്ക് ശിരസ വാച കർമ്മ അവരെ നമ്മൾ അംഗീകരിക്കുന്നവരാണ്. അവരാണ് നമ്മളെല്ലാം. പുണ്യനബിയെ നമ്മൾ കാണാൻ കിട്ടില്ല. പുണ്യനബിയുടെ ശേഷം താപികളെ പുണ്യനബിയുടെ ഫാത്തിമ ബീയുടെ അലി റളിയല്ലാഹു ഹസൻ ഹുസൈൻ തങ്ങളുടെ കുടുംബങ്ങളാണ് തങ്ങളായി വരുന്നത്. ആ തങ്ങന്മാരെ നമുക്കെല്ലാം. പലരും വന്ന് എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് തങ്ങന്മാരെ പറ്റി ചോദിച്ചു. ഞാന് ഒരു തങ്ങൾ വിരോധിയല്ല. ദീനിന്റെ കോപ്രായങ്ങൾ കാണുമ്പോൾ ഉള്ളിലുള്ള വിഷമം അത് പറയാന് ഒന്നും അറിയാതെ പറയില്ല. ഞാനും മദ്രസ പഠനം കഴിഞ്ഞ് 10ാം ക്ലാസ് മദ്രസ കഴിഞ്ഞിട്ട് 10-12 വർഷം അറബി കോളേജും ദർസുകളിലും ഓതി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലും അറിഞ്ഞതിന്റെ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായി വീഡിയോ ചെയ്യുന്നതും ഇപ്പൊ പറയാൻ പോകുന്നതും വേദനയോടെയാണ്. കോപ്രായങ്ങൾ സമസ്ത പോലുള്ള ഒത്തിരി സംഘടനകൾ എതിർത്തിട്ടും ഞാനന്ന് ഫസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ നിങ്ങൾ ലിങ്കിൽ പോയി ഫസ്റ്റ് ഒരു വീഡിയോ കാണണം. വളരെ കോമാളിയായിട്ട് ഞാനൊരു ഷാളിട്ടുകൊണ്ട് കറുത്ത തൊപ്പി കിട്ടിയ എനിക്കും തങ്ങളായിരുന്നു ചെയ്ത വീഡിയോയില് ഈ സുഹൃത്തായ ആറ്റക്കോയ സുഹൃത്തിനെ ഞാൻ വെല്ലുവിളിച്ചു. 5 ലക്ഷം രൂപ തരാൻ പൊന്നു സുഹൃത്തെ, ഒരു ഖുർആന്റെ പേജ് മറച്ചുകൊണ്ട് എന്റെ മുന്നിൽ 3ാം കക്ഷിയുടെ മധ്യസ്ഥന്റെ മുഖേന ഒരു പേജ് ഖുർആൻ കണ്ടുകൊണ്ട് തജീദോട് ഓതിയാൽ 5 ലക്ഷം ഇനാമായിട്ട് തരാമെന്ന് പബ്ലിക്ക് ഞാൻ പറഞ്ഞു. അഥവാ അത് തെറ്റിയാൽ 2.5 ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതി, 5 ലക്ഷം അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരും ട്രാവൽസിന്റെ അഡ്മിന്മാരും ഒത്തിരി പെണ്ണുങ്ങൾ എന്നെ വിളിച്ച് ഭീഷണിയോടെ നിങ്ങൾക്ക് എന്താ തങ്ങളെ പറ്റില്ല എന്ന് ഭീഷണി സ്വരത്തോടെ വിളിക്കുകയല്ലാതെ ആറ്റക്കോയെ ഞാൻ വിളിച്ചു.
വിളിച്ച് സംസാരിച്ചു. എന്നാലും ഇത് വിളിച്ച അത്രയും അസഭ്യ വാക്കുകളും ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നില്ല. ആറ്റൊക്കെ വിളിച്ച് ശൈലിയോ റെക്കോർഡ് ഞാൻ പുറത്തു വിടുന്നില്ല. ഞാൻ വിളിച്ചു. നമുക്കൊരു വേദനയാണ് ദീനിന്റെ ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ. എന്തെല്ലാം കോപ്രായങ്ങളാണ്. അതോ ഒരു ഭാഗത്ത് ഇങ്ങനെ കോപ്രായങ്ങൾ, നമുക്ക് ഒന്നുമില്ല, മക്കളെ കെട്ടിക്കൊണ്ട് നല്ല കാര്യം, സൂപ്പർ. വീടുണ്ടാക്കൊണ്ട് സൂപ്പർ. അനാഥകളെ അഗതികളൊക്കെ നിർമ്മിക്കുന്നു, പള്ളി നിർമ്മിക്കൊണ്ട്, കോളേജ് നിർമ്മിക്കുന്നത് ഒക്കെ സൂപ്പർ. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന ചെമ്പിലിട്ടുകൊണ്ട് ദീനിനെ വിറ്റ് തിളപ്പിച്ചുകൊണ്ട് കാശുണ്ടായിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ദീനും താജ് സ്വലാത്തും പുണ്യ റസൂലിന്റെ സ്ഥലത്ത് ഒരു അക്ഷരം തെറ്റാതെ ചെല്ലാൻ അറിയില്ല. ഒരു ഫാത്തിഹ അക്ഷരം തെറ്റാതെ ചെല്ലാൻ അറിയില്ല. മുമ്പ് വീഡിയോയിലൊക്കെ ഖുർആൻ തെറ്റ് കോമാളിത്തരങ്ങളൊക്കെ നമുക്ക് ഒന്നും ഞാൻ പരത്തി വിഷയം പറഞ്ഞു. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെ വിജയിപ്പിക്കുന്ന നമ്മുടെ പൊന്നു സ്ത്രീകളാണ്. ഇതെല്ലാം വിജയിപ്പിക്കുന്നത്. എന്തെല്ലാം ഓപ്ഷനുകളുണ്ട് നമുക്ക്. സ്വന്തം ജില്ലയില് വീഡിയോയിൽ കാണുന്ന രംഗങ്ങൾ കണ്ടു. സ്വന്തം തങ്ങൾ തന്നെ ആ തങ്ങളെ വീഡിയോ ഇട്ട് കണ്ട് പാട്ട് കേട്ട് ഹാൻഡ് ആ ചെക്കോയ തങ്ങള് നിങ്ങൾ എടുക്കാൻ വന്നിരുന്ന തങ്ങളെത്തിക്കാൻ വന്നിരുന്ന തങ്ങൾ എന്തേ പറഞ്ഞത്, ഞാനെന്തേ പറഞ്ഞു ചോദിച്ചാൽ പോലെ. ഇങ്ങനെയാ ഓരോന്നും എടുത്ത് അക്കമിട്ട് പറയുന്നില്ല. ഈ കോപ്രായത്തരങ്ങൾ വളർത്താന് പുണ്യനബിയെ തങ്ങളെ സ്നേഹിക്കുന്ന ആരും മുതിരരുത്. പക്ക തട്ടിപ്പും കോമാളിത്തരവും കോപ്രായത്തരവുമാണെന്ന് ഒരു 25-30 തെളിവടിസ്ഥാനത്തിൽ ഞാൻ പറയാം. ഞാൻ കാണിച്ചു തരാം. എന്നെ പേഷ്യനായി ബന്ധപ്പെടുകയോ എന്റെ ഡിസ്പ്ലേയിൽ ബന്ധപ്പെടുകയോ ചെയ്താണ്. എന്നെ വിളിക്കാനായിട്ട് പലരും. ഞാൻ മുമ്പ് എന്റെ ലിങ്കിൽ ഫസ്റ്റ് വീഡിയോ ഒന്ന് പോയി നോക്കോണ്ടി. ആ വീഡിയോയിലാണ് എന്റെ റീച്ച് കൂടിയതും. ഞാൻ ചാനലിനോട് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു. ഞാൻ തിരക്കുള്ള ആളാണ്. പക്ഷെ എന്നാലും ഇത്തിരി രാത്രി ടൈം കിട്ടുമ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനത്തെ വിഷയങ്ങൾ കാണുമ്പോഴുള്ള ദീനിന്റെ വേദന, ദീനിന്റെ നെഞ്ചത്ത് ചവിട്ടി കോപ്രായത്തുകൾ കാട്ടിക്കാണാൻ വട്ടക്കണ്ണറും അതിൽ കാശിടലും ഒരുപാട് എതിർക്കുമ്പോൾ ന്യായീകരണങ്ങളും, എന്നിട്ട് ഈ പൊതുജനങ്ങളെ മറപിടിക്കാന് അപ്പുറത്ത് അനാഥകൾക്ക് ഉണ്ടാക്കുക, ഇപ്പുറത്ത് കോളേജിന്റെ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ശൈലിയില് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ പുണ്യദീനിനെയും സയ്യിദ് കുടുംബത്തെയും വിറ്റുകൊണ്ട് തിളപ്പിച്ച് കാശുണ്ടാക്കി ചെയ്യല്ല പൊന്നാര ഹാമിലാറ്റപ്പോയെ. ഇരുമുള്ളവരെ നമുക്ക് ബഹുമാനിക്കാം. ഒരു പണ്ഡിതനാണെങ്കിൽ ഫാത്തിഹ തജ്വീദോടുകൂടെ അറിയാൻ പറ്റാത്ത ആളെ എങ്ങനെ ഇൽമാവും? ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന വീഡിയോയില് ആറ്റക്കോയുടെ രൂപം കണ്ടുള്ളൂ. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. അതിൽ ആറ്റക്കോയുടെ രൂപം നിങ്ങൾ കാണാം. ഈ സ്റ്റാർട്ടിങ് ടൈമില് ആറ്റക്കോയ തങ്ങളെ ശൈലി ഇതൊന്നും ആയിരുന്നില്ല. ഇപ്പൊ വീക്കൊക്കെ വെച്ച് മുടിവാലൊക്കെ വെച്ച് ചോപ്പിച്ച് റാഡോ ഷൈന്, അത് എന്താ നമ്മളാളുകൾ വ്യക്തിത്വത്തെ കുറ്റപ്പെടുത്തുകയല്ല. എന്താ ഈ ഒരുപാട് ആത്മീയ നേതാക്കളെ കണ്ടവരാണ് നമ്മൾ കേരളക്കാര്. ഇന്നും വർത്തമാനകാലത്തുമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഷൈൻ തങ്ങന്മാര്, ദീനിനെ വിറ്റ് കാശാക്കുന്ന തങ്ങന്മാര്. ഇപ്പോ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്രൂപ്പിൽ നിന്ന് പോയാല് ഗ്രൂപ്പിൽ നിന്ന് പോയാൽ സ്വർഗത്തിനാ പോണ്ടത്. ആരീ മജ്‌ലിസിനെ പറഞ്ഞാലും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല. പൊന്നുമോളെ, ഈ മജ്‌ലിസ് കൈകാര്യം ചെയ്യുമ്പോ ഇതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, നീ ഒന്ന് ചിന്തിക്കണേ. നിങ്ങൾ ലെഫ്റ്റ് അടിച്ച് ഈ മജ്‌ലിസിൽ നിന്ന് മറ്റുള്ള മജ്‌ലിസിലേക്ക് ഞങ്ങൾ പോകുമ്പോ, അല്ലാഹുവേ, ഞങ്ങള് സ്വർഗത്തിൽ നിന്നാണല്ലോ ഞങ്ങളെ പോകുന്നത്. മാഷാ അല്ലാഹ്, 34,900 കടന്നു. എന്തൊക്കെ കോപ്രായത്തങ്ങളാ പറയുന്നത്. മറ്റൊന്ന് ശ്രദ്ധിക്കുക. ഈ കുടത്താട് അവിടെ പോകുന്ന 10,000 1000 ചെന്നിട്ട് പട്ടത്തെ കാശുള്ളതൊക്കെ ഭയങ്കര സമ്പാദ്യം ഉണ്ടായി. ഇതില് ഒരു 85-90% സ്ത്രീകളുടെ കൂട്ടമായിട്ട് ഒക്കെ പ്രവാസികളായ ആളുകളുടെ കാശും അവരുടെ യുവതികളായ ഭാര്യമാർ. ഒരു സ്വലാത്ത് താജും വിറ്റ് കാശുണ്ടാക്കി
പൊന്നു ഹബീബെ മരിച്ചു പോണ്ടേ, റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയണ്ടേ. റബ്ബിന്റെ ചോദ്യം എന്റെ ദീന് നീ കച്ചവടമാക്കിയില്ല ചോദിച്ചാൽ ഹബീബെ, നൂറ് ഹബീബെ, ആറ്റക്കോയെ എന്ത് മറുപടി പറയും? ആത്മീയത എന്ന് പറയുന്ന ഒരു ഇഖ്ലാസ് എന്ന് പറയുന്ന വറ എന്ന് പറയുന്ന സാധനം ഉള്ളിൽ തൊട്ട് തീണ്ടിയിട്ടുണ്ടോ? എൽമുണ്ടോ? തജ്വീദ് അറിയും? ഒരു 5 മിനിറ്റ് അറബിയിൽ ദുആ ചെയ്യാൻ അറിയും? ഓ മുത്തുമണികളെ എന്ന് ഈ ഇശലിൽ രാഗമല്ലാതെ ഒരു 5 മിനിറ്റ് മഖ്റജനുസരിച്ച് ദുആക്കാൻ അറബിക്ക് അറ്റക്കോയ്ക്ക് അറിയില്ല. നമ്മൾ ആ വിവരമില്ലാത്തതിനല്ല കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദീന് മാർക്കറ്റിൽ കച്ചവടം ചെയ്തുകൊണ്ട് കോടികൾ ഉണ്ടാക്കിയത് മറുപടി പറയുക തന്നെ ചെയ്യേണ്ടി വരും. അറ്റക്കോയെ നമ്മൾക്കൊന്നും ആഗതിയില്ല. നമ്മള് തെറ്റ് ചെയ്തു, നിസ്കാരം ചെയ്തു, നമ്മളതിൽ കുറ്റം കൂലിയുമുള്ളൂ. ഒരു മുനാഫിക്ക് ചെയ്യുന്നത് അത്രയും കഠിനമായ തെറ്റുകളാണ് ചെയ്യുന്നത്. പാവങ്ങളായ ആളുകൾ അന്യദേശങ്ങളിൽ നിന്നും വല്ല ആത്മീയ നീയത്തോടുകൂടി അവിടെ വന്നിട്ട് ചൂഷണമാണ്, തട്ടിപ്പാണെന്ന് അറിയില്ലേ? കോമാളിത്തരമാണ്, കോപ്രായങ്ങളാണ്. അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചറിയുക. ആളുടെ ഹിസ്റ്ററികളും പഴയകാല ഹിസ്റ്ററികളും ഫുട്ബോൾ റൗണ്ടിലും ഒക്കെ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് ബോംബെയിലൂടെ വന്നത്. ഞാൻ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെണ്ണുങ്ങൾ കൂട്ടമായി നടക്കുന്ന വീഡിയോ കഴിഞ്ഞിട്ട് ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കാണിക്കും. ഈ തങ്ങളെ കൂടെ നടന്ന് പഠിച്ചു വളർന്ന ഒരാളുടെ സംസാരം അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തൂ. പൊന്നു സ്ത്രീകളെ, ഉമ്മമാരെ, നിങ്ങളാണ് ഇത് വളർത്തുന്നത്. നൂറ് ഹബീബ് നമുക്ക് കയ്യെത്തുന്നതിൽ അപ്പുറത്തായിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറെ അപ്പുറത്താണ്. ഇനി സമസ്തയല്ല, അപ്പുറത്തൊരു മുസ്ലിം ജമാഅത്തല്ല, ഒരു കേരളത്തിൽ ഒരു സംഘടനയും തടയിടാൻ പറ്റാത്ത അത്രയും ഉയരത്തിലായിരിക്കും നൂറെ ഹബീബ് എന്ന ശൃംഖല സോഷ്യൽ മീഡിയ എന്ന ട്രാക്കിലൂടെ. ഇത് ഒറ്റ ഡയലോഗ് എനിക്കിതിനുള്ളൂ. പണ്ടുള്ളവർ പറയും അവസാനം ബലാലിനെ വെറുക്കത്തുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക. ചിന്താ ചാനലിലൂടെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി എഴുതുക. ഞാൻ എന്റെ ദീനീ പ്രേമം കൊണ്ട് ഉള്ളിലുള്ള അമർഷം ആവേശത്തോടെ പറഞ്ഞു. നിങ്ങള് ആത്മീയമായിട്ട് നമുക്ക് എവിടെയും പോകാൻ നമുക്ക് എന്ത് ചെയ്യാം. പക്ഷെ ആത്മീയത തട്ടിപ്പ് തിരിച്ചറിയുകൾ, ആ വിവേകം നമുക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഗുഡ് ബൈ. അനീഫ കട്ടുപാറ. ഞാൻ ചോദിച്ചു മൂപ്പരോട്. മൂപ്പര് നല്ലോണം കരയും. ദ്വേർക്കുന്ന സമയത്ത് മലയാളത്തിലൊക്കെ കരയാൻ പറ്റുന്ന വെച്ചാൽ അത് ഞാൻ പറയാം. അത് കരയണ പറയാം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല വീഡിയോയിലും ഭയങ്കര ഇതായിട്ട് കണ്ടതെന്ന് പറഞ്ഞാല് ഈ സിഗരറ്റിന്റെ കൂട്ടിന്റെ ബാക്കിൽ ഒരു കവർ ഉണ്ടാവുമല്ലോ. ഈ കവറിൽ ആള് വിക്സ് തേച്ച് വെക്കും. അത് തേച്ചിട്ട് എന്ത് ചെയ്യും, മറ്റേ തോപ്പിന്റെ പോക്കറ്റിൽ വെക്കും. ഓരോ ആളുകൾ ഉണ്ടാവും മജ്‌ലിസിൽ ഇരിക്കണ സ്ത്രീകൾ. എന്റെ മകൻ ഇങ്ങനെ, എന്റെ മകൾക്ക് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ അവരെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് ദ്വേർക്കും. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യും, ആ ദ്വാ ചെയ്യണ സമയത്ത് മൂപ്പര് അത് മൂപ്പര് എടുത്തിട്ടുണ്ടാവും, കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങളെ കണ്ണു വെച്ചിട്ട് റഹമുറാഹിമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തേക്കും. അത് ഞാൻ കണ്ടതാണ് ഇതൊക്കെ. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യും, ആ ദ്വാ ചെയ്യണ സമയത്ത് മൂപ്പര് അത് മൂപ്പര് എടുത്തിട്ടുണ്ടാവും, കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങളെ കണ്ണു വെച്ചിട്ട് റഹമുറാഹിമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തേക്കും. അത് ഞാൻ കണ്ടതാണ് ഇതൊക്കെ. ഇതൊന്നും ആദ്യം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ എന്ത് ചെയ്താണ് മൂപ്പരോട് ചോദിച്ചു, ഇങ്ങനൊക്കെ എങ്ങനെയാണ് ഇത് കഴിയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇങ്ങനെ കരയാനൊക്കെ എങ്ങനെ പറ്റുന്ന വെച്ചാൽ മൂപ്പരിനോട് പറഞ്ഞു, അടുത്ത മജ്‌ലിസ് നിങ്ങൾ നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ശരിയാണ്. അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത്. ഇതിന്റെ മുമ്പത്തെ മജ്‌ലിസിലൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, അറിയണില്ല. കാരണം ഞാൻ ഇയാളെ ഓരോ സംസാരങ്ങൾ കേട്ടിട്ട് ചില സമയത്ത് ചിരിച്ച് താഴോട്ട് എനിക്കെന്നെ ചിരി വരും.